ഹലോ! ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് മധുരൈ ഒരു ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മധുരൈ മീനാക്ഷി അമ്പലം എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എന്തായാലും വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മധുരയിൽ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോകാൻ നേരത്ത് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടി. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വ്ലോഗ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ അമ്പലം തുറക്കുന്നത് 5 മണിക്കാണ്. 5 മണി തൊട്ട് ഉച്ചയ്ക്ക് 12:30 വരെ ഓപ്പൺ ആയിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂട്ടിക്കഴിഞ്ഞാൽ 4 മണിക്കാണ് വീണ്ടും റീ ഓപ്പൺ ചെയ്യുന്നത്. അത് 9:30 വരെ ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പോൾ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ പല രീതിയിൽ കാണുന്നുണ്ട്. ശരിക്കും അവർ പറയുന്നത് എത്നിക് വെയർ ആയിട്ടുള്ള സാരി, സൽവാർ, ദാവണി, ലോങ് സ്കേർട്ട്, ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പെണ്ണുങ്ങൾക്ക് ഇടണം എന്നുള്ളതാണ് പറയാറ്. പക്ഷേ മോഡസ്റ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യണം എന്നാണ് അവിടെ ജനറലായിട്ട് എല്ലാവരും നോക്കുന്നത്. അതായത് നമ്മുടെ ഷോൾഡർ കവർ ചെയ്യുന്ന പോലെ സ്ലീവ്ലെസ് ഒന്നും ഇടരുത്. പിന്നെ ലെഗൊക്കെ കവർ ചെയ്യുന്ന പോലെ ഷോർട്സ് ഒന്നും ഇടാതെയുള്ള രീതിയിലുള്ള ഡ്രസ്സുകൾ അവർ അലൗ ചെയ്യുന്നുണ്ട്. പിന്നെ ആണുങ്ങൾക്ക് ധോത്തി, പാൻസ്, ഷർട്ട്, കുർത്ത അങ്ങനെയുള്ളതാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് അവർ അലൗ ചെയ്യുന്നില്ല അമ്പലത്തിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ കൊണ്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. 4 ഗോപുരത്തിലും അവിടെ മൊബൈൽ ഫോൺ വെക്കാനും ബാക്കിയുള്ള ഫുട്വെയർ ഒക്കെ വെക്കാനായിട്ട് അവിടെ ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. മൊബൈൽ ഫോണിന് 5 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ബാഗ് ഉണ്ടെങ്കിൽ 2 റുപ്പീസാണ് അവർ അതിന് വേണ്ടി ചാർജ് ചെയ്യുന്നത്. ബാഗ് നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ടാണ്, അതായത് ചെക്കിങ്ങിലൂടെ സ്കാനറിലൂടെയൊക്കെ കയറ്റി വിട്ടിട്ടാണ് അവിടെ ക്ലോക്ക് റൂമിൽ അവർ വെക്കുന്നത്. നിങ്ങൾക്ക് ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും മാലയോ കാര്യങ്ങളോ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ക്ലോക്ക് റൂമിൻ്റെ അടുത്ത് തന്നെ, എല്ലാ ക്ലോക്ക് റൂമിൻ്റെ അടുത്തായിട്ട് അവിടെ ഓരോ കടകളുണ്ട്. അവിടെ നിന്ന് തന്നെ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാം. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. എവിടെ നിന്ന് എന്താണ് വാങ്ങേണ്ടത്, എങ്ങനെയാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത് എന്നെല്ലാം ആ വാങ്ങുന്ന ചേട്ടനടുത്ത് ചോദിച്ചാൽ അവർ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അടുത്തത് നമുക്ക് ദർശനത്തിൻ്റെ കാര്യം നോക്കാം. ദർശനം എന്ന് പറയുന്നത് ജനറലായിട്ട് നമുക്ക് പോയി പ്രാർത്ഥിക്കാം. അതായത് നമ്മൾ ടിക്കറ്റ് ഒന്നും എടുക്കാതെ സാധാരണ പോയി പ്രാർത്ഥിക്കാം. അത് കുറേ നേരം നമ്മൾ നിൽക്കേണ്ടി വരും ക്യൂവിൽ. അതൊരു 2 മണിക്കൂർ 3 മണിക്കൂർ വരെ നീണ്ടു പോകാം എന്നുള്ളത് കൊണ്ട് തന്നെ സ്പെഷ്യൽ ദർശനം നമുക്ക് അവൈലബിൾ ആണ്. സ്പെഷ്യൽ ദർശനത്തിന് 2 രീതിയിലുള്ള ടിക്കറ്റ് ഉണ്ട്. 50 രൂപയുടെ ടിക്കറ്റും 100 രൂപയുടെ ടിക്കറ്റും നമുക്ക് വാങ്ങാൻ കിട്ടും. അതായത് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് എന്ന് പറയുന്ന ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മീനാക്ഷി ടെമ്പിളിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ദർശനത്തിൻ്റെ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ നമ്മൾ അവിടെ നടയിൽ പോയി കഴിയുമ്പോഴേക്കും അവിടെയും ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്നും നമുക്ക് ഈ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ മീനാക്ഷി അല്ലാതെ തന്നെ ശിവൻ്റെ ഒരു പ്രതിഷ്ഠയും കൂടിയുണ്ട്. സുന്ദരേശ്വർ എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ 50 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മീനാക്ഷിനെ കാണാം, അല്ലെങ്കിൽ ശിവനെ കാണാം. അങ്ങനെയാണ് അവർ പറയുന്നത്. 100 രൂപയുടെ ടിക്കറ്റാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 എടുത്തും നമുക്ക് അധികം ക്യൂ നിൽക്കാണ്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ പറ്റും. അതാണ് 100 രൂപയുടെ ടിക്കറ്റിൻ്റെ പ്രത്യേകത. ചൂടുകാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ബോട്ടിൽ കൊണ്ടുപോകാതെ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരൊരു ബാഗിൻ്റെ അകത്ത് വാട്ടർ ബോട്ടിൽ മാത്രമാണെങ്കിൽ അവരകത്തോട്ട് കയറ്റിവിടും എന്നാണ് ക്ലോക്ക് റൂമിലുണ്ടായിരുന്ന ചേച്ചി ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ കൊണ്ടുപോയിരുന്നില്ല, എന്നാലും അങ്ങനെ അവർ പറയുന്നുണ്ടായിരുന്നു. ഗോപുരത്തിൻ്റെ എല്ലാം 4 ഗോപുരങ്ങളുടെയും പുറത്തായിട്ട് നമുക്ക് കോഫി ഷോപ്പ് അല്ലെങ്കിൽ ഓട്ടോ സ്റ്റാൻഡ് എല്ലാം അവിടെ കിട്ടുന്നതാണ്. അതുകൊണ്ട് അത് ഓർത്തിട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് അതിനുള്ള അവൈലബിലിറ്റി ഒക്കെ അവിടെ ഉണ്ട്. ദർശനം ചെയ്യുന്ന സമയം 5 മണിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 5 മണിക്ക് പോയിട്ട് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോഴും എല്ലാ കടകളും ഒന്നും ഓപ്പൺ ആവില്ല. അത് ഓപ്പണായിട്ട് വരാനായിട്ട് ഒരു 8, 8:30 ഒക്കെ ആകും എന്നത് മാത്രമാണ് ഒരു പ്രശ്നം. കോഫി ഷോപ്പൊക്കെ ഓപ്പൺ ആയിരുന്നു. പക്ഷേ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് സാധാരണ ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യിലാണ് വരുന്നത്. 2025 ആ ഉത്സവം വരുന്നത് ഏപ്രിൽ 29 തുടങ്ങി മെയ് 10 വരെയാണ്. ആ ദിവസങ്ങളിൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ആ ദിവസങ്ങൾ ഒഴിവാക്കി പോകുന്നതാണ് നല്ലത്. പിന്നെ നവരാത്രി, ദീപാവലി എന്നുള്ള ദിവസങ്ങളിലും അവിടെ ഭയങ്കര പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ നല്ല ചൂടായിരിക്കും. 40 ഡിഗ്രിയോട് അടുത്ത് നമുക്ക് ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് വേണം എല്ലാവരും പോകാനായിട്ട്. ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു.